ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടികളെല്ലാം ബഹിഷ്കരിക്കുമെന്നാണല്ലോ ഡോക്ടർമാരുടെ സംഘടന പറയുന്നത് സർ. അത് ചെയ്യുന്നത് ശരിയാണോ? അല്ല, ആറ്റുകാൽ പൊങ്കാല പൊളിക്കുമെന്നല്ലേ അവർ പറയുന്നത്. അതെ, കാരണം ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷമാണ് ആറ്റുകാൽ പൊങ്കാല. അത് ഓരോ വർഷവും പൊങ്കാല ഇടുന്ന അടുപ്പുകളുടെ എണ്ണം തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തേക്ക് പോലും വ്യാപിക്കുന്ന തരത്തിലേക്ക് വളർന്നു വരികയാണ്. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, എന്താണ് ഇത്ര വൈകിപ്പോയത് ഡോക്ടർമാരെ? നിങ്ങൾ പൊങ്കാലയ്ക്കെതിരെ വരാൻ ഇത്ര വൈകിപ്പോയത് എന്താണ് എന്നാണ് എൻ്റെ സംശയം. കാരണം കേരളത്തിൽ ഹിന്ദുക്കളുടെ ഒരു ഉണർവുണ്ടാവുകയാണെങ്കിൽ, ഒരു ഒത്തൊരുമയുണ്ടാവുകയാണെങ്കിൽ, ഹിന്ദു ശാക്തീകരണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് ആസൂത്രിതമായ നീക്കങ്ങൾ പല ഭാഗത്തുനിന്നുണ്ടാവും. ഇപ്പോൾ തിരുനാവായിൽ കുംഭമേള നടക്കുന്നു. ആരാണ് ആദ്യം എതിർപ്പായിട്ട് വന്നത്? ജില്ലാ കളക്ടർ സ്റ്റേ നോട്ടീസുമായിട്ട് വന്നു. ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ ആറ്റുകാൽ പൊങ്കാലയുടെ നെഞ്ചത്തേക്ക് കയറാൻ വരികയാണ് ഡോക്ടർമാർ. എന്താ കാര്യം? നെടുമങ്ങാടെ ആ കേസുമായി ബന്ധപ്പെട്ടാണല്ലേ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സസ്പെൻഡ് ചെയ്തത്. വെറുതെ അല്ലല്ലോ സസ്പെൻഡ് ചെയ്തത്. എന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? സസ്പെൻഡ് ചെയ്തത് ആ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട്. ആരാണ് അവിടെ സമരം നയിച്ചത്? യുവരാജ് ഗോകുലിന്റെ നേതൃത്വത്തിൽ വലിയ സമരം. അങ്ങനെ അപ്പം അതുകൂടെ ഉണ്ടാവാം. യുവരാജ് ഗോകുൽ എന്ന് പറയുന്ന BJP-കാരൻ ഹിന്ദു ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ നേതൃത്വത്തിൽ സമരം നടത്തി ഒരു ഡോക്ടറെ സസ്പെൻഡ് ചെയ്യിച്ചു. എന്നാൽ പകവിട്ടാൻ ഹിന്ദുക്കളുടെ ആഘോഷമായ ആറ്റുകാൽ പൊങ്കാലക്കെട്ടിക്ക് പണിതേക്കാത്ത ഡോക്ടർമാർ തീരുമാനിച്ചു എന്ന് വ്യാഖ്യാനിക്കും. കാരണം ഡോക്ടർമാർ ഹിന്ദുക്കളുടെ ആഘോഷത്തിന് നേരെയല്ലേ വെല്ലുവിളി നടത്തുന്നത്. ഇവിടെ ഒരു നോമ്പ് തുറയോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഒരു പരിപാടിയോ ആണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ ഈ ഡോക്ടർമാർക്ക് ധൈര്യം ഉണ്ടാവും? ഇല്ല. കാരണം ഇത് കുറേ കാലമായി മെഡിക്കൽ രംഗത്ത് നമ്മളിത് ഡോക്ടർമാരെ കാണുന്നത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, ജീവൻ രക്ഷിക്കുന്നവർ എന്നൊക്കെയാണല്ലോ. പക്ഷേ അതിന് ഡോക്ടർമാരുടെ ജാതി നോക്കാറില്ല, അല്ലേ? മതം നോക്കാറില്ല. ഡോക്ടറാണ് എന്ന് പറഞ്ഞു പോവുക. ഇന്ത്യയിൽ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഹിന്ദു ഡോക്ടർമാരുടെ സംഘടന? ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ക്രിസ്ത്യൻ ഡോക്ടർമാരുടെ സംഘടനയുണ്ടോ? എന്നാൽ മുസ്ലിം ഡോക്ടർമാർക്ക് 3 സംഘടനയുണ്ട്. അതായത് IMA പോലെ IMAAE ഉണ്ട്. ഇസ്ലാമിക് മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഡോക്ടർമാരുടെ സംഘടനയാണ്. ഇനി മറ്റൊന്നുണ്ട്, അസോസിയേഷൻ ഓഫ് മുസ്ലിം ഡോക്ടേഴ്സ്, AMD. അത് ബീഹാറിലെ പാറ്റ്ന ആസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇനി മറ്റൊന്നും കൂടിയുണ്ട്, അന്താരാഷ്ട്ര സംഘടന AFMI, അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് മുസ്ലിംസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം ഡോക്ടർമാരുടെ, ഇന്ത്യൻ വംശജരായ ഡോക്ടർമാരുടെ, മുസ്ലിം ഡോക്ടർമാരുടെ സംഘടന. ഇങ്ങനെ 3 പ്രബലമായ സംഘടനകൾ ഡോക്ടർമാരെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ച് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ അപ്പോൾ ഈ മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന സംഘടന എന്ന് പറഞ്ഞാൽ മതവിശ്വാസം പാലിക്കുന്ന ഡോക്ടർമാരുടെ സംഘടനയാണ്. മതവിശ്വാസം അനുസരിച്ച് ഡോക്ടറുടെ ഓപ്പറേഷൻ ടേബിളിൽ കിടക്കുന്നവൻ അവൻ്റെ പേര് പൗലോസ് എന്നോ രാമനെന്നോ ആവുമ്പോൾ ഡോക്ടർ ഓർക്കുന്ന ഇവനൊരു കാഫിറാണെന്ന് ആലോചിക്കുന്ന ഡോക്ടർമാരുണ്ടായാലോ? എന്താ ഇവനങ്ങ് രക്ഷപ്പെടേണ്ട തീരുമാനിച്ചാൽ? ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നേ. മുമ്പ് 2 വിദേശ ഡോക്ടർമാരുടെ ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു. ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ട് ജൂതന്മാരായ കുറേ എണ്ണത്തിനെ കൊന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെയും നഴ്സിൻ്റെയും വീഡിയോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, 1 വർഷം മുമ്പ് പുറത്തു വന്നിരുന്നു. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ഇന്ത്യക്ക് പുറത്താണ്. ശ്രീലങ്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. ശ്രീലങ്കയിൽ ഒരു ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റായ ഡോക്ടറാണ്. അയാൾ പറയാണ്, ഞാൻ ഒരുപാട് കാഫറുകളുടെ പ്രത്യുൽപാദന ശേഷി നശിപ്പിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്യുന്ന കൂട്ടത്തിൽ അത് കട്ട് ചെയ്ത് കളയും. കാരണം കാഫറിൻ്റെ എണ്ണം കുറയണം, എങ്കിലല്ലേ ഇസ്ലാമിന് കൂടാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഡോക്ടർമാരുണ്ട്. ഇനി നമ്മൾ ഡൽഹി കണ്ടില്ലേ, ഡൽഹി സ്ഫോടനം, മുസമിൽ അല്ലേ, ഉമർ നബി പൊട്ടിത്തെറിച്ച് ചത്തു. അവൻ ഡോക്ടറാണ്. അൽഫല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് വന്ന മെഡിക്കൽ കോളേജിലെ ലാബ് ബോംബ് നിർമ്മാണശാലയാക്കി മാറ്റിയ ഒരു ഡോക്ടർ ഷഹീൻ, അവൻ്റെ കാമുകി മുസമിൽ അടക്കമുള്ള എല്ലാവരും ഡോക്ടർമാർ. അവർ ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കിയാണ് രാജ്യത്തിൻ്റെ 32 ഭാഗത്ത് സ്ഥലങ്ങളിൽ പൊട്ടിക്കാൻ തീരുമാനിച്ചത്. പിന്നൊരുത്തൻ മറ്റേ ആവണക്കിൻ്റെ റസീൻ വിഷവുമായിട്ട് വന്നു. ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാൻ വന്നവൻ, അവൻ ചൈനയെ പിടിച്ചിട്ട് ഡോക്ടറായി വന്നവനാണ്. അപ്പോൾ ഡോക്ടർമാർ കൊലയാളികളായി, കാലൻ്റെ പ്രതിരൂപുരുഷന്മാരായി മാറി കാഫറുകളെ നശിപ്പിക്കാൻ, കൊല്ലാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന കാലത്ത് അതേ പണിയാണ് കേരളത്തിലെ ഡോക്ടർമാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയിൽ നിന്ന് മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ, ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ അവിടെ ആരെങ്കിലും രോഗം വന്നോ അസുഖം വന്നോ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നോ കുഴഞ്ഞു വീണാൽ അങ്ങ് ചത്തോട്ടെ, ഞങ്ങൾ മാറി നിൽക്കുന്നു. വെല്ലുവിളിക്കാൻ, അവർക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള ഒന്നായി ആറ്റുകാൽ പൊങ്കാലയെ കേരളത്തിലെ ഡോക്ടർമാർ കണ്ടുവെങ്കിൽ അവർ മുസമിലിനെ പോലെ, ഉമർ നബിയെ പോലെ, ലോകത്തെമ്പാടുമുള്ള ജിഹാദി ഡോക്ടർമാരെ പോലെയുള്ള ആളുകളുടെ സംഘടനയായി മാറിയിരിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഡോക്ടർമാരെ നിങ്ങൾ വിചാരിച്ചാൽ തോൽപ്പിക്കാവുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി. കേരളത്തിൽ
ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇവിടെ അതിശക്തമായ പ്രസ്ഥാനങ്ങളുണ്ട്, ഹിന്ദു പ്രസ്ഥാനങ്ങളുണ്ട്, ഹിന്ദു സംഘടനകൾ, RSS ഉണ്ടെന്നേ, സേവാഭാരതി ഉണ്ടെന്നേ. 45 ലക്ഷം പേർ തിരുനാവായിലെ മഹാമാഘത്തിൽ പങ്കെടുത്തു എന്നാണ് കേരള പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ സ്വാമി ആനന്ദവനത്തോട് പറഞ്ഞു. അദ്ദേഹത്തിനോട് പറഞ്ഞ DGP കണ്ടിട്ട് വരുമ്പോൾ പറഞ്ഞു, പോലീസിൻ്റെ കണക്കനുസരിച്ച് 45 ലക്ഷം പേർ പങ്കെടുത്തു എന്നാണ് സ്വാമി ഞങ്ങളുടെ കണക്ക്. കാരണം അവിടെ എല്ലായിടത്തും മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിരുന്നു, അതിലൂടെ ആണ് ആളുകൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ കൗണ്ട് പോലീസിന് അറിയാം. അപ്പം അതിൽ പെടാതെ പോകുന്ന ആളുകൾ ഉണ്ടാവായിരിക്കും. എന്നാൽ അതൊക്കെ വെച്ചിട്ട് ഒരു ആവറേജ് കണക്ക് പോലീസ് ഉണ്ടാക്കും. 45 ലക്ഷം പേർ അവിടെ വന്നിട്ട് ആ മണപ്പുറത്ത് എവിടെയെങ്കിലും ഒരു മിഠായി കടലാസില്ല, എല്ലാം പെറുക്കിക്കൊണ്ട് പോയി. ഒരു ഉന്തും തള്ളും ഉണ്ടായിട്ട് ഒരാൾക്ക് പോലും പരിക്ക് വച്ചിട്ടില്ല. പോലീസിന് ഒരിടത്ത് പോലും ലാത്തി വീശേണ്ടി വന്നിട്ടില്ല. കാരണം ആയിരക്കണക്കിന് സേവാഭാരതിയുടെ പ്രവർത്തകർ അവിടെ നിന്ന് ചിട്ടയായി അതിനെ പരിപാലിച്ച് ആ വലിയ ജനക്കൂട്ടം വരുന്ന പരിപാടിയെ വൻ വിജയമാക്കി. ഡോക്ടർമാർ അറിയണം, നിങ്ങളങ്ങോട്ട് മാറി നിന്നാൽ RSS എന്ന് പറഞ്ഞ സംഘടനയ്ക്കകത്ത് വിമുക്ത ഭടന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്. നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്? നിങ്ങളങ്ങോട്ട് മാറി നിന്നാൽ 100 കണക്കിന് സംഘപ്രവർത്തകരായ ഡോക്ടർമാർ അവിടെ ഉണ്ടാവും സേവനത്തിന്. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ട് കയറാൻ വരുമ്പോൾ ഡോക്ടർമാർ ആലോചിക്കണം, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കുഴൽ വെക്കാൻ ഇരുന്ന് വരുന്നത്, നിങ്ങളുടെ സൂചിക്കുത്തിന് ഇരുന്ന് വരുന്നത് ഈ നാട്ടിൽ ഇപ്പോഴും മഹാഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. ഞങ്ങൾ പേര് നോക്കി നിങ്ങൾ ഡോക്ടർമാരെ അങ്ങ് ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ എന്തോ ചെയ്യും? അപ്പോൾ ഏതായാലും എനിക്ക് IMAയുടെ സ്റ്റേറ്റ്മെൻ്റ് ആണോ KGMO കേരള അത് KGMO എന്ന കേരള ഗവൺമെൻറ് ഡോക്ടർമാരുടെ സംഘടനയാണ്. ഒരു ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. സർക്കാരിൻ്റെ ഡോക്ടർമാരുടെ സംഘടന, മിക്കവാറും ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളാണ്, നല്ല ശതമാനം സുഡാപ്പികളും കാണും. അവരെല്ലാവരും കൂടെ ആറ്റുകാൽ പൊങ്കാലയെ പൊളിക്കാൻ തിരിഞ്ഞിറങ്ങിയിരിക്കുകയാണെങ്കിൽ, അല്ല, സർക്കാരിൻ്റെ താല്പര്യം അറിയാമല്ലോ. സർക്കാരിന് ഹിന്ദുക്കൾ ഒത്തുചേരുന്ന, ഹിന്ദുക്കൾ വലിയ തോതിൽ വരുന്ന എല്ലാ പരിപാടികളും സർക്കാരിന് എതിർപ്പാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് ഹിന്ദുക്കൾ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞാൽ കുളിരും പനിയും വരും. കാരണം ഹിന്ദുക്കളുടെ ശാപമേറ്റ് മുടിഞ്ഞു വെണ്ണീറാകാൻ പോകുന്നൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ ശാപത്തിൻ്റെ കടുത്ത അഗ്നിയിൽ കത്തിയെരിയാൻ പോകുന്ന സർക്കാർ അവസാന നിമിഷം കാണിക്കുന്ന വലിയ കൊടിയ വെല്ലുവിളിയാണ് ഈ സംഘടനയ്ക്ക് നേരെ നടപടിയെടുക്കാതിരുന്നാൽ. സർക്കാർ അപലപിക്കണ്ടേ? ആരോഗ്യമന്ത്രി വീണ എവിടെ പോയി? നാട്ടിലൊരു തവളക്കുഞ്ഞ് ചത്തുപോയാലും പ്രതികരിക്കുന്ന വീണ ജോർജ് എന്തുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാലയെ ബന്ദിയാക്കി വെക്കാൻ കേരളത്തിലെ സർക്കാർ ഡോക്ടർമാർ തയ്യാറായാൽ അത് അനുവദിക്കത്തില്ല എന്ന് പറയാൻ വീണ ജോർജ് എവിടെ പോയി? നിങ്ങൾ പരുമല പള്ളിയിൽ അവിടെ ഇപ്പോൾ പരുമല കൺവെൻഷനൊക്കെ നടക്കാൻ പോവാം അല്ലേ? അവിടെ ആ മെഡിക്കൽ സഹായം ഞങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞാൽ വീണ പ്രതികരിക്കത്തില്ലേ? പിണറായി പ്രതികരിക്കത്തില്ലേ? ഇവിടുത്തെ സഭ പ്രതികരിക്കത്തില്ലേ? അപ്പോൾ ഹിന്ദുക്കളുടെ നെഞ്ചത്തോട്ടങ്ങ് കയറാം, ഹിന്ദുക്കളെ വെല്ലുവിളിക്കാമെന്ന് കേരളത്തിലെ ഡോക്ടർമാർ തീരുമാനിച്ചാൽ കേരളത്തിലെ ഹിന്ദുക്കൾ നിങ്ങളെ പണി പഠിപ്പിക്കും, ഒരു സംശയവുമില്ല. അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ അങ്ങനെയൊന്നും തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പണ്ട് തിരുവനന്തപുരം മേയർ ഊട്ടി കുറേ നോക്കിയല്ലേ, ആ പൊങ്കാലയ്ക്ക് വേണ്ടി പൊറോട്ട ഇറച്ചി മേടിച്ചു കൊടുത്തുന്നോ, ശുചീകരണം നടത്തിയെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവിടെ പൊങ്കാലയ്ക്ക് വരുന്ന ഇഷ്ടിക കളക്ട് ചെയ്ത് പുള്ളിക്കാരിക്ക് സൗദം ഉണ്ടാക്കണമെന്നൊക്കെയോ, സൗദാണോ എന്താണെന്നറിയില്ല, ഇഷ്ടിക കച്ചവടം പുള്ളിക്കാരി തുടങ്ങിയെന്നാവുന്നത്. അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്. എക്കാലത്തും ഇവിടുത്തെ സുഡാപ്പികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും ഹിന്ദുക്കളുടെ ആഘോഷങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും ഒക്കെ വരുമ്പോൾ ഒന്നുകിൽ അതിനെ മതേതരമാക്കണം, എല്ലാം മതേതരം. തൃശ്ശൂർ പൂരം മതേതരം, ശരിയാണ്. തൃശ്ശൂർ പൂരം മതേതരമാണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരു ഉത്സവത്തിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ആചാരപരമായ, ഒന്ന് ആഘോഷപരമായ, ഒന്ന് റിച്വൽസ്, ഒന്ന് കാർണിവൽസ് മതേതരമാണ്. നിങ്ങൾക്ക് വന്നിട്ട് പൂരപ്പറമ്പിൽ വന്നിട്ട് ബലൂൺ വാങ്ങിച്ചിട്ട് കപ്പലിൻ്റെ കുറിച്ചിട്ട് പോവാം. പക്ഷേ അവിടെ പൂരത്തിൽ നടക്കുന്ന കുടമാറ്റം അതെല്ലാം ആചാരത്തിൻ്റെ ഭാഗമാണ്, അത് വിശ്വാസത്തിൻ്റെ ഭാഗം, ഹിന്ദുവിൻ്റെ ആചാരമാണ്. സ്വാമി ആനന്ദവനം പറഞ്ഞതുപോലെ മതേതരനല്ല, ഹിന്ദുവാണ്, ഞാൻ സെക്കുലർ അല്ല എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ എണ്ണം ഇന്ന് കേരളത്തിൽ കൂടി വരുന്നുണ്ട്. ഹിന്ദുക്കൾ അത് തിരിച്ചറിയുന്നുണ്ട്. മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദുവിനെ കൊടുക്കാനും കെണിയിൽപ്പെടുത്താനും കൊല്ലാനുമുള്ള സൂത്രവാക്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഹിന്ദു ഉണർവിൻ്റെ ഈ കാലത്ത് ഡോക്ടർമാർ ഇരുമ്പക്കടിച്ച് പല്ല് കളയുന്ന പണിയാണ് ചെയ്തതെന്ന് നമുക്ക് പറയാതരമില്ല. കാരണം കേരളത്തിലെ ഒരു ഉത്സവം, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവത്തെ ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ അതിനെ കേരളം എങ്ങനെ നേരിടുമെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട, നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തുക, ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.